വിമതരുടെ മഹാ ആഭാസ സമരത്തിൽ ചെങ്കോലും കിരീടവും അധികാരവും എല്ലാം മണവാളൻ എന്ന മുൻ വൈദികനും വിശുദ്ധ കുർബാന വിരോധികൾക്കും സ്വന്തം. ഇവർ കത്തീഡ്രൽ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്തിന് അദ്ദേഹത്തിന്റെ അവകാശവും ദൈനംദിന ആവശ്യവും അധികാരവും നിർവഹിക്കാൻ അനുവദിക്കാതെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വികാരിയുടെ മുറി വിട്ടുകൊടുക്കുകയോ കണക്കുകൾ ഏൽപ്പിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ് മണവാളൻ സസ്പെൻഷനിലായത്. മുറിയുടെ താക്കോലുകളിൽ ആസിഡ് ഒഴിച്ചു വെച്ചു. തരിയൻ അച്ഛൻ്റെ കൈകളെല്ലാം പൊള്ളിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അച്ഛൻ കൈ തൊടുന്ന ഇടത്തെല്ലാം ആസിഡും മാരക ദ്രാവകങ്ങളും ഒഴിച്ച് പൈശാചിക പ്രവൃത്തിയാണ് അവർ ചെയ്തത്. കൂടാതെ കൊലപ്പെടുത്താനും ശ്രമമുണ്ടായി. ഓഫീസ് തുറക്കാൻ പോലും അനുവദിച്ചില്ല. ശരിക്കും പിശാച് ബാധിതരാണ് ഏകീകൃത കുർബാന വേണ്ട എന്ന് പറയുന്നവർ. സസ്പെൻഡ് ചെയ്യപ്പെട്ട കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഫാദർ മണവാളൻ സാമ്പത്തിക തട്ടിപ്പ് അവസാനിപ്പിച്ച് പള്ളിമുറി ഒഴിഞ്ഞു ഇറങ്ങുന്നതിന് വേണ്ടി നിശബ്ദമായി സഹന സമരം നടത്തി സഭാവിശ്വാസികളെ ആഭാസ സമരം എന്ന് പറഞ്ഞ് ചെളിവാരി എറിയാൻ ശ്രമിക്കുന്ന ആസ്ഥാന നുണയന്മാർ തലങ്ങും വിലങ്ങും ഞാളിയത്തച്ഛനെ ബുദ്ധിമുട്ടിച്ചു. വിമത പേക്കൂത്തുകൾ എല്ലാവർക്കും അറിവുള്ളതാണ്. ബസിലിക്കയിൽ 2022 കളക്ടറുടെ ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുമ്പോൾ, പള്ളി അങ്കണത്തിൽ ആരും കയറാൻ പാടില്ല എന്നുള്ള ഓർഡർ നിലനിൽക്കുമ്പോൾ, ഫാദർ നരിക്കുളത്തിന്റെ ഒത്താശയോടെ അൽമായ മുന്നേറ്റക്കാർ ബസിലിക്ക പള്ളിയുടെ ഗേറ്റ് അടച്ചു. പള്ളിയിൽ നിന്ന് കറണ്ട് ഉപയോഗിച്ച് പള്ളിക്കാശ് നഷ്ടപ്പെടുത്തി. ഷെഡ് കെട്ടി മൈക്ക് വെച്ച് 24 മണിക്കൂറും സഭാ തലവന്മാരെ അധിക്ഷേപിച്ചു. മതിലിന് ചുറ്റും രാഷ്ട്രീയക്കാരെ പോലെ ഫ്ലെക്സ് വെച്ച് 4 നേരവും ഭക്ഷണവും പള്ളിമേടയിൽ കൊണ്ടുവച്ച് തിന്നു. അവിടുത്തെ ഇരുമ്പ് ഷൂ റാക്ക് ഗേറ്റിന് മുന്നിൽ മഴക്കിട്ട് നശിപ്പിച്ചു. കസേരകൾ മഴയിലിട്ട് നശിപ്പിച്ചു. ആരെയും അനുസരിക്കാതെ ആഭാസ സമരം നടത്തിയപ്പോൾ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അൽമേയ മുന്നേറ്റക്കാർ വിമത വൈദികരുടെ ഒത്താശയോടെ അരമനയിൽ അതിക്രമിച്ച് കയറി രാത്രിയും പകലും കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോകളിൽ കരിയോയിലൊഴിച്ചും കഞ്ഞിവെച്ചും നീതിയജ്ഞം എന്ന പേരിൽ ആഭാസ സമരം നടത്തിയപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാം ത്യജിച്ച് അൽമായരായി അച്ചടക്കത്തിൽ ജീവിക്കേണ്ട വിമത വൈദികർ അരമന തല്ലിപ്പൊളിച്ചു. അരമനയുടെ ഗേറ്റ് തല്ലിപ്പൊളിച്ചു. പോലീസുകാരൻ്റെ വാരിയിൽ ചവിട്ടി ഒടിച്ചു. പോലീസുകാരിയെ തുണി പൊക്കി കാണിച്ചു. അങ്ങനെ സമരം ചെയ്തപ്പോൾ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കക്കൂസിന് മുൻപിൽ കുർബാന അവഹേളിച്ച് അർപ്പിച്ചപ്പോൾ സമരം ചെയ്തപ്പോൾ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ബസിലിക്കയിൽ 33 വൈദികർ കുർബാനയെ അവഹേളിച്ചപ്പോൾ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ജൂൺ 5 പാതിരാത്രിക്ക് ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്റെ നിർദ്ദേശപ്രകാരം ആ സ്ഥാപനത്തിലെ ജീവനക്കാരും അൽമായ മുന്നേറ്റക്കാരും ബസിലിക്കയിൽ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അതിക്രമിച്ച് കയറിയപ്പോൾ അവിടെ കള്ളന്മാരാണ് കയറിയത് എന്ന് തെറ്റിദ്ധരിച്ച് ഓടി വന്ന സഭയോടൊപ്പം നിൽക്കുന്ന സത്യവിശ്വാസികളെ പോലീസ് ലാത്തി കൊണ്ടടിച്ചു. ബസിലിക്ക പൂട്ടിയപ്പോൾ പ്രതിഷേധിച്ച് നിശബ്ദമായി പ്രാർത്ഥനയും ഉപവാസവുമായി സഹന സമരം നടത്തിയ സത്യവിശ്വാസികളെ അധിക്ഷേപിച്ചുകൊണ്ട് അൽമായ മുന്നേറ്റം സഭാവിരുദ്ധ സംഘടനയുടെ നേതാക്കന്മാർ മുന്നോട്ട് വന്നിരിക്കുന്നു. അവർ കൂലിക്ക് ആളെ കൊണ്ടുവന്ന് പള്ളിക്കാശ് നശിപ്പിച്ച് ഇലക്ട്രിസിറ്റി ദൂർത്തടിച്ച് അനധികൃതമായി ഉച്ചത്തിൽ മൈക്ക് വെച്ച് നടത്തിയ ആഭാസ സമരം അല്ല ഇത്. വിമതർ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ സമര സമയത്താണ് അവർ ചെയ്തത്. അവരോടൊപ്പം ഉള്ളവരോ കൂലിപ്പണിക്ക് വന്ന സ്ഥാപനത്തിലെ മുതലാളിയുടെ 2 പെൺമക്കളെ അടിച്ചുകൊണ്ടുവന്ന് മുതലാളിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാക്കിയ പോലുള്ള ചരിത്രമുള്ള ആളുകൾ തമാശയ്ക്ക് പൂട്ട് തല്ലിപ്പൊളിക്കുന്നത് ബസിലിക്കയിലെ വാതിൽ രാത്രിയിലും പകലും തല്ലിപ്പൊളിച്ച് വിമതരുടെ സ്വഭാവം. അൽമാരി മങ്ങാട്ടച്ഛൻ അകത്ത് കിടക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്നത് വീഡിയോയിൽ കാണാം. അലമാരി തുറന്നിട്ട് ഫാൻ ഓൺ ചെയ്ത് വീഡിയോ എടുത്താൽ അത് മറ്റുള്ളവരല്ല, നിങ്ങൾ തന്നെ ചെയ്തത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണമൊന്നും വേണ്ട. ചാപ്പൽ തുറക്കേണ്ട ആവശ്യം എന്ത്? കോരിച്ചൊരിയുന്ന മഴയത്ത് തണുത്ത് വിറച്ചിരിക്കുമ്പോൾ AC ഉപയോഗിക്കാൻ വിമതരെ പോലെ വട്ടന്മാരല്ല, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സഹിക്കുന്നവരാണ് അവിടെ ഉണ്ടായിരുന്നത്. AC കാണാത്ത വിമത കൂട്ടങ്ങളുടെ വിചാരം AC കണ്ടാൽ കർത്താവിൻ്റെ മക്കൾക്ക് ആക്രാന്തം വരും എന്നാണ്. കർത്താവിൻ്റെ മക്കൾ കുർബാനയ്ക്ക് വേണ്ടി സഹന സമരം നയിച്ചപ്പോൾ കർത്താവും മാതാവും അവരുടെ കൂടെയായിരുന്നു അവരെ പരിപാലിച്ചത്. ധാരാളം പാമ്പുകളുള്ള കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണത്. എന്തായാലും വിമത കൂട്ടങ്ങളെ കർത്താവ് അടിച്ചു തകർത്തു. ഇനി സഹന സമരം നയിച്ച സത്യവിശ്വാസികളെ കുറിച്ച് അപവാദം പറഞ്ഞാൽ കർത്താവിൻ്റെ സഹനത്തോടൊപ്പം ചേർത്ത് വെച്ച വിമത കൂട്ടങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കും. എന്തിനാണ് ആരാധന മാത്രം നടത്തുന്ന ചാപ്പലിൽ കട്ടിലും കിടക്കയും തലയണയും? വെറുതെയല്ല മണവാളൻ പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നതും കൂദാശ വിലക്ക് വകവയ്ക്കാതെ ആരാധന എടുത്തു വയ്ക്കാൻ പോയിരുന്നതും എന്തിനാണ് എന്ന് വിശ്വാസികൾക്ക് നന്നായി അറിയാം.